ഹായ് നമസ്കാരം, ഞാൻ ശാന്തി സനു. ഒരു ഹോം സ്റ്റേ നടത്തുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്പുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആകർഷകമായ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുക എന്നതാണ്. ഗസ്റ്റ് ആദ്യം കാണുന്നത് നിങ്ങളുടെ ഫോട്ടോകളാണ്. മുറിയുടെ പ്രകാശം, കാഴ്ച, പരിസരം എന്നിവയൊക്കെ ശരിയായി കാണുന്ന ആംഗിളുകളിൽ ഫോട്ടോ എടുക്കുക. ആവശ്യമായാൽ ഫോട്ടോഗ്രാഫറുടെ സഹായവും നിങ്ങൾ സ്വീകരിക്കുക. ചിത്രങ്ങൾ പ്രൊഫഷണൽ ആയാൽ വിശ്വാസം ഇരട്ടിയാകും. രണ്ടാമതായിട്ട് ലോക്കൽ എക്സ്പീരിയൻസസ് നൽകുക. ഗസ്റ്റ് വെറും താമസമല്ല അവർ നോക്കുന്നത്, അവർക്കൊരു അനുഭവം വേണം. ഒരു ഉദാഹരണത്തിന് ഒരു നാട്ടിൻപുറം പ്രഭാതം, നാട്ടുചായ, പുഴക്കരയിലെ ഒരു വാക്ക്, മലയിലെ കാറ്റ്, ഇതവർക്ക് ഓർമ്മയായിരിക്കും. റിവ്യൂസിലൊക്കെ അവർ ഇതാണ് എഴുതുന്നതും. അങ്ങനെയുള്ള അനുഭവം തന്നെയാണ് ഹോം സ്റ്റേയെ പ്രത്യേകമാക്കുന്നതും. പ്രൈസ് കുറയ്ക്കുന്നത് മാത്രം മാർക്കറ്റിംഗ് അല്ല. വില കുറയ്ക്കുന്നത് കൊണ്ടല്ല ബുക്കിങ്ങുകളൊക്കെ വർദ്ധിക്കുന്നത്. ഗസ്റ്റിന് നിങ്ങൾ നൽകുന്ന മൂല്യം, അനുഭവം, സേവനം ഇവയൊക്കെയാണ് വിലയുടെ മൂല്യം നിശ്ചയിക്കുന്നത്. ഒരു നല്ല അനുഭവം നൽകിയാൽ ഗസ്റ്റ് അധികം പണം കൊടുക്കാൻ പോലും തയ്യാറാകും. ഫീഡ്ബാക്ക് അവരോട് ചോദിച്ചു തന്നെ മേടിക്കുക. ഗസ്റ്റ് പോയതിനു ശേഷം വിനീതമായിട്ട് ചോദിക്കുക, എന്താണ് നിങ്ങൾക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്, എന്താണ് ഞങ്ങൾ ഈ ഹോം സ്റ്റേയിൽ മെച്ചപ്പെടുത്താനുള്ളത്. അവരുടെ അഭിപ്രായം നിങ്ങളെ വളരാൻ സഹായിക്കും. ഇത് ഭാവിയിലെ ഗസ്റ്റുകൾക്ക് സേവനം മെച്ചപ്പെടുത്താനും സഹായിക്കും. നിങ്ങളുടെ ഹോം സ്റ്റേക്ക് നല്ലൊരു പേര് അത് നിങ്ങളുടെ ഹോം സ്റ്റേയുടെ ജീവൻ നിലനിർത്തും. പേര് കേട്ടാൽ തന്നെ ഓർമ്മയാകുന്ന തരത്തിൽ ഹോം സ്റ്റേക്ക് നല്ലൊരു പേര് കൊടുക്കുക. ഉദാഹരണത്തിന് മിസ്റ്റി നെസ്റ്റ്, ലേക്ക് വ്യൂ കോട്ടേജ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് നല്ല നല്ല പേരുകളൊക്കെ കൊടുക്കുക. പേര് കേട്ടാൽ തന്നെ അതിലൊരു കാഴ്ചയോ അനുഭവമോ തോന്നണം. അതുതന്നെയാണ് ബ്രാൻഡ് ഓർമ്മയാകാനുള്ള ആദ്യ പടി.